മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചലിലെത്തിയ അലീന എൽസമ്മയോടും അവിടുത്തെ കുട്ടികളോടും സംസാരിക്കുവാനും അവരുടെ തെറ്റിദ്ധാരണ മാറ്റുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ പപ്പ എന്ന് അക്ഷരങ്ങൾ തെളിഞ്ഞതും അലീന കോൾ അറ്റൻഡ് ചെയ്തു. ഇന്ന് തന്നെ ഇത് പപ്പയുടെ രണ്ടാമത്തെ കോളാണ്. പപ്പ, ഞാൻ ഇവിടെയുണ്ട്, ഒരു പ്രശ്നവുമില്ല. എൽസമ്മയുടെ ആങ്ങളമാരാരെങ്കിലും ഇന്ന് വന്നോ? ഇല്ല, ഇന്നലെ വന്നിട്ട് പോയ ശേഷം ആരെയും കണ്ടില്ല. സൂക്ഷിക്കണം മോളെ, അവർ എപ്പോൾ വേണമെങ്കിലും വരും. റീത്താമ്മ വിളിച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. വീണ്ടും വിചാരം ഇല്ലാത്തവന്മാരാ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പപ്പയെ വിളിച്ചോളാന്നേ. എൽസമ്മയോട് നീ സംസാരിച്ചോ? ഇല്ല പപ്പ, സംസാരിക്കാൻ മറ്റേ സ്ത്രീ സമ്മതിച്ചിട്ട് വേണ്ടേ? അവർ കൂടെ കൂടെ വരും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. കുട്ടികളെ പോലും എൻ്റെ അടുത്തോട്ട് അടുപ്പിക്കുന്നില്ല. ആരോടെങ്കിലും നീ സംസാരിച്ചോ? ടാനിയ മോളോട് സംസാരിച്ച കാര്യം ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നുവല്ലോ. അവരെയെല്ലാം റീത്താമ്മയാണ്ടി തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. പപ്പ ഭയങ്കര ദുഷ്ടനാണെന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നുമൊക്കെ. ഞാൻ ഇതെല്ലാം നിന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നതല്ലേ അലീന. ഇനി നീ എന്തിനാ അവിടെ താമസിക്കുന്നേ? ഞാൻ കാറുമായി വരട്ടെ? പപ്പ പ്ലീസ്, ഇന്നൊരു ദിവസം കൂടി. ഓക്കെ. അപ്പച്ചൻ എവിടെ? നിനക്ക് പട്ടിണി കിടന്ന് പരിചയമുണ്ടായിരിക്കും, പക്ഷേ അപ്പച്ചന്... പപ്പ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കണ്ട. വല്യപ്പച്ചൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശരി, നാളെ ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് വെച്ചാൽ അതിന് അരമണിക്കൂർ മുമ്പേ വിളിച്ചേക്ക്. ഓക്കെ പപ്പ. അലീന ഫോൺ ഓഫ് ചെയ്തു. കാറിൻ്റെ ശബ്ദം കേട്ട് അലീന സിറ്റൗട്ടിലേക്ക് വന്നു. റീത്താമ്മ കാറോടിച്ചു പോകുന്നത് അവൾ കണ്ടു. പപ്പ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വാങ്ങിക്കൊടുത്ത കാറാണത്. ഫർലോങ് അകലെയുള്ള പലചരക്ക് കടയിൽ പോകണമെങ്കിലും റീത്താമ്മ കാറിലേ പോകൂ. എപ്പോഴും ആ കാർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒന്നുകിൽ റീത്താമ്മ, അല്ലെങ്കിൽ റീത്താമ്മയുടെ ഭർത്താവ് മൈക്കിൾ, അതുമല്ലെങ്കിൽ മൂത്ത ആൺമക്കൾ. എൽസമ്മയുടെയും കുട്ടികളുടെയും എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി ആ കാർ ഓടുന്നത് ഇതുവരെ അലീനയ്ക്ക് കാണാൻ സാധിച്ചില്ല. എന്തൊക്കെയോ വാങ്ങാനായി റീത്താമ്മ ഇതിനകം 3 തവണ ടോജോയെ കടയിലേക്ക് അയക്കുകയുണ്ടായി. 3 തവണയും ടോജോ നടന്നു തന്നെയാണ് പോയത്. അതിനിടയിൽ മറ്റൊരു സംഗതി കൂടി അലീനയ്ക്ക് മനസ്സിലായി. എൽസമ്മയുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതും സപ്ലൈ ചെയ്യുന്നതും റീത്താമ്മയാണ്. ദൈനംദിന വരവ് ചെലവുകളുടെ നിയന്ത്രണം റീത്താമ്മയുടെ കയ്യിലാണ്. കുട്ടികൾക്ക് പുസ്തകമോ പേനയോ വസ്ത്രമോ വേണമെങ്കിൽ പോലും റീത്താമ്മയോട് ചോദിക്കണം. ടാനിയെയും ടെൽസിയെയും ടോജോയെയും ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം കൂടി റീത്താമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. കുട്ടികളെ രൂക്ഷമായി ശകാരിക്കുകയോ ഗുണദോഷിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം അവർ ഉപയോഗിക്കാറുള്ള ചില വാക്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അലീന മനഃപ്പാടമാക്കി. നിന്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനീ കിടന്ന് തൊള്ള കീറുന്നത്. ജനിപ്പിച്ച തന്തയ്ക്ക് വേണ്ടത് ഇതുങ്ങളെ നോക്കേണ്ട കാര്യം എനിക്കെന്താ? ഞാൻ എന്തെല്ലാം സഹായം ചെയ്താലും ശരി, അവസാനം എനിക്ക് തന്നെ പാരയായിട്ടും വരും. എന്നാലും അവനവൻ്റെ കൂടപ്പിറപ്പൻ്റെ കുഞ്ഞുങ്ങളല്ലേ നോർത്തിട്ട് ചെയ്യുക. എത്രയൊക്കെയായാലും ആ തന്തയുടെ വിത്ത് ഗുണം കിട്ടാതിരിക്കുമോ? ഇതിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പഴഞ്ചൊല്ല് കണക്കിൽ സ്ഥാനത്തും അസ്ഥാനത്തും റീത്താമ്മ മാറി മാറി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വായ്ത്താരി കേട്ട് കേട്ട് കുട്ടികൾക്കും വിശ്വാസമായിരിക്കുന്നു. ക്രൂരനും ദുഷ്ടനുമായ സ്വന്തം പിതാവിനാൽ പരിത്യജിക്കപ്പെട്ട ഭാഗ്യഹീനരായ മക്കളാണ് തങ്ങളെന്ന്. പപ്പയുടെ സ്നേഹശൂന്യതയും സ്വാർത്ഥതയും മൂലം ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ മഹാദുഃഖം അനുഭവിക്കുന്ന സ്ത്രീയാണ് തങ്ങളുടെ പാവപ്പെട്ട അമ്മയെന്ന്. ഈ വിധം പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മയ്ക്കും വേണ്ടി റീത്താമ്മയാൻറ്റി ഇത്രയധികം ത്യാഗം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വലിയ അല്ലലില്ലാതെ ജീവിക്കാൻ കഴിയുന്നതെന്ന്. ഇതെങ്ങനെ തിരുത്തുമെന്ന് അലീനയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അലീന വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ടാനിയയും ടെൽസയും അവരുടെ മുൻപിൽ നിന്നും മാറിപ്പോയി. തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ടെന്നും എല്ലാം തങ്ങൾക്ക് അറിയാമെന്നുമുള്ള നിലപാടായിരുന്നു അവരുടേത്. ടെൽസ മാത്രം അവൾ പറയുന്നത് കേട്ട് വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. റീത്താമ്മ ഗേറ്റ് കടന്ന് പോയി കഴിഞ്ഞപ്പോൾ അലീന റീത്താമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. റീത്താമ്മയുണ്ടെങ്കിൽ വീട്ടിൽ കയറാൻ സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അലീന അകത്തേക്ക് കയറി വന്നത് കണ്ട് റീത്താമ്മയുടെ ഭർത്താവിൻ്റെ അമ്മ അന്താളിച്ച് നിന്നുപോയി. ഇതാരോട് ചോദിച്ചിട്ടാ ഇതിനകത്തോട്ട് കയറിയത്? ഞാനൊന്നും എടുത്തോണ്ട് പോകാൻ വന്നതല്ല, ഈ വീടൊക്കെ ഒന്ന് കാണാനാ, അലീന കൂസലെന്നെ പറഞ്ഞു. റീത്താമ്മയുടെ വീടിൻ്റെ അവസ്ഥ എൽസമ്മയുടേതിനെ അപേക്ഷിച്ച് വളരെ ഭേദപ്പെട്ടതാണെന്ന് അലീനയ്ക്ക് ബോധ്യപ്പെട്ടു. അടുക്കും ചിട്ടയും ഒന്നുമില്ലെങ്കിലും വിലപിടിച്ച ഗൃഹോപകരണങ്ങൾ വേണ്ടുവോളുമുണ്ട്. സെറ്റുകൾ, സോഫ സെറ്റുകൾ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയെല്ലാം അലീന അവിടെ കണ്ടു. ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയും ഊണുമുറിയും വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ പോലും എല്ലായിടവും മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് കോൺട്രാക്ടറായ മൈക്കിൾ ഇപ്പോൾ
കാര്യമായ ജോലിയൊന്നുമില്ലാതെ വെറുതെ വീട്ടിരിക്കുകയാണെന്ന് അലീന മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. റീത്താമ്മയ്ക്ക് ഏതോ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസിയുണ്ട്. അതിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് അലീനയ്ക്ക് ഒരു ഊഹം കിട്ടുന്നുണ്ട്. പിന്നെ എവിടുന്ന് വരുന്നു ഈ സമൃദ്ധി? അപ്സ്റ്റേറിലെ ഒരു മുറിയിലിരുന്ന് ടോജോയെയും ടാനിയെയും ഉപദേശിക്കുകയായിരുന്നു എൽസമ്മ. അവൾ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് റീത്തമ്മ ചേച്ചി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾ പറയുന്ന ഒരു കാര്യത്തിനും ചെവി കൊടുക്കണ്ട. ആരും ഒരടുപ്പത്തിനും പോകണ്ട. വല്യപ്പച്ചനോട് മിണ്ടാൻ പോകണ്ട. ഇന്നോ നാളെയോ അവരങ്ങ് പോയിക്കോളും. സ്റ്റെയർകേസ് കയറി മുകളിലെത്തിയ അലീനയ്ക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമായിരുന്നു. ഞാൻ നാളെ തിരുവല്ലയ്ക്ക് പോകും. 5 ദിവസത്തെ ധ്യാനമാ. ഞാനീ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. മമ്മി കുടിക്കുന്ന കണ്ണുനീര് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ മക്കൾക്കെങ്കിലും എൻ്റെ പോലൊരു ദുർഗതി വരരുത്. ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ചു വരും, അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ. കാലച്ച കേട്ട് എൽസമ്മ മുഖമുയർത്തി നോക്കി. വാതിലിനപ്പുറത്ത് നടന്നെടുക്കുന്ന അലീനയെ അവർ കണ്ടു. എൽസമ്മയുടെ മുഖം പാറ പോലെ ഉറച്ചു. അലീന വാതിൽ കട്ടിലിൽ ചാരി നിന്ന് 3 പേരെയും നോക്കി. എന്നെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് കാലത്ത് മുതൽ ഇവിടെയാണല്ലോ. അതോ ഇങ്ങനെയാണോ എന്നും അലീന ചോദിച്ചു. ദേ പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിക്കാൻ വരരുതെന്ന്. നിന്ദയും അവജ്ഞയും സ്ഫുരിക്കുന്ന സ്വരത്തിൽ എൽസമ്മ പറഞ്ഞു. ഞാൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം? നിനക്കതിനുള്ള യോഗ്യതയില്ലടി, എൽസമ്മ വെറുപ്പോടെ പറഞ്ഞു. സമ്മതിച്ചു. പക്ഷേ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് നിങ്ങൾ. എന്നാലും സ്വാതന്ത്ര്യക്കുറവ് കൊണ്ട് എൽസമ്മ ആൻറ്റി എന്ന് വിളിക്കുക. ആൻറ്റി ഇങ്ങനെ കണ്ണടിച്ച് പിടിച്ച് ഇരുട്ടാക്കുന്നത് കൊണ്ട് ആർക്കാ നഷ്ടം? ആൻറ്റിയുടെ മക്കൾക്ക് തന്നെയാ. അലീന ഒരു നിമിഷം നിർത്തി. എൽസമ്മ കഠിന വൈരാഗ്യത്തോടെ അവളെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഈ മക്കളുടെ മനസ്സിൽ പപ്പയെക്കുറിച്ചുള്ള കുറെ തെറ്റിദ്ധാരണകൾ നട്ടുവളർത്തുന്നത് കൊണ്ട് ആർക്കാണ് ലാഭം? ആൻറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഈ കുട്ടികൾക്കുണ്ടോ? നഷ്ടമേയുള്ളൂ. ഇവർക്ക് ഇവരുടെ പപ്പയുടെ കരുതലും സ്നേഹവും നഷ്ടം. ആൻറ്റിക്ക് ആൻറ്റിയുടെ സ്വന്തം ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം നഷ്ടം. ഭർത്താവ്! പുച്ഛം കൊണ്ട് എൽസമ്മയുടെ ചുണ്ടുകൾ കോടി. പപ്പ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൽസമ്മ ആൻറ്റി പപ്പയെ ഇത്ര കണ്ട് വെറുക്കുന്നത്? ഈ കയ്പിന് ഒരടിസ്ഥാന കാരണം വേണമല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പപ്പയുടെ മനസ്സിൽ സ്നേഹമുണ്ട്, മക്കളെ ഇഷ്ടമാണ്. എൽസമ്മ ആൻറ്റിക്ക് അങ്ങോട്ടുള്ളതിൻ്റെ 100-1 വൈരാഗ്യം പോലും ഇങ്ങോട്ടില്ല താനും. എനിക്ക് വെറുപ്പുണ്ടടി. ഈ ജന്മത്ത് തീർത്താൽ തീരാത്ത അത്രയും വെറുപ്പുണ്ട്. അത്രയ്ക്ക് അയാൾ എന്നോട് ചെയ്തിട്ടുണ്ട്. ഒരല്പം മനസ്സമാധാനത്തിന് വേണ്ടിയാ ഞാനിങ്ങനെ പട്ടിയെപ്പോലെ അലഞ്ഞു നടക്കുന്നത്. എൽസമ്മ കിതയ്ക്കാൻ തുടങ്ങി. പപ്പ ചെയ്ത തെറ്റെന്താണെന്ന് പറ. അത് തിരുത്താൻ പപ്പ തയ്യാറാണെങ്കിൽ ആ വഴിക്കൊന്ന് ശ്രമിക്കാമല്ലോ. അയാൾ ചെയ്ത തെറ്റോ? അയാൾ എന്നോട് തെറ്റേ ചെയ്തിട്ടുള്ളൂ. നിന്നെപ്പോലൊരു പിഴച്ച മകൾ എങ്ങനെയുണ്ടായി? അയാളൊരു ചതിയനല്ലേ, വഞ്ചകനല്ലേ? ആൻറ്റി, ഞാനുണ്ടെന്നുള്ള വിവരം ഈ അടുത്ത കാലത്താ പപ്പ അറിഞ്ഞത്. അതിനു മുൻപേ പിണങ്ങി പിരിഞ്ഞവരാണല്ലോ നിങ്ങൾ. അതിനൊരു കാരണം വേണ്ടേ? കാരണം ഉണ്ടടി, 1000 കാരണങ്ങളുണ്ട്. എങ്കിൽ ഒരെണ്ണം പറയേ. അയാളുടെ ഇഷ്ടങ്ങളായിരുന്നു വലുത്. അയാൾക്ക് ഇഷ്ടമുള്ളപ്പം കുടിക്കണം, അയാൾക്ക് ഇഷ്ടമുള്ളപ്പം ഭക്ഷണം കഴിക്കണം. എൻ്റെ സമയത്തിന് ഒരു വിലയുമില്ലായിരുന്നു. തോന്നുമ്പം വീട്ടിൽ നിന്ന് പോകും, തോന്നുമ്പം കയറി വരും. ഞാൻ ആരാ? വീട് സൂക്ഷിപ്പുകാരിയോ? അതോ മക്കളെ പ്രസവിച്ച് വളർത്താൻ വാടകയ്ക്കെടുത്തവളോ? കുഞ്ഞുങ്ങളുടെ തീട്ടവും മൂത്രവും കോരാനും വിഴുപ്പലക്കാനും മാത്രമുള്ള കൂലിക്കാരിയോ? എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയുമില്ല. ആ റബ്ബർ തോട്ടം വാങ്ങാൻ പോയപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആര് കേൾക്കാൻ? അയാൾക്ക് തനിയെ സുഖിച്ച് താമസിക്കണം. അവിടെ ആ രൂപ കൊണ്ട് ഇവിടെ സ്ഥലം വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞതാ. കേട്ടില്ല. എൻ്റെ വാക്കിന് എന്ത് വില? തറവാട് സ്വത്ത് വീതം വെച്ചപ്പം അപ്പച്ചനും അനിയന്മാരും കൂടി പറ്റിച്ചു. കിട്ടാൻ അർഹതയുള്ള ഓഹരി കണക്ക് പറഞ്ഞു വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അയാൾക്ക് വേണ്ട. ഞാൻ ആർത്തിക്കാരിയുമായി. തറവാട്ടിൽ ചെല്ലുമ്പം ആ തള്ളേ മക്കളും എന്നോട് പെരുമാറിയിട്ടുള്ളത് എൻ്റെ ഓർമ്മയെന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. ആര്? ചിന്നമ്മയോ? അലീന വിസ്മയത്തോടെ ചോദിച്ചു. അതേടി, ചിന്നമ്മ തന്നെ. എൻ്റെ കുഞ്ഞുങ്ങളോട് മാത്രം ആ തള്ളയ്ക്ക് പുച്ഛമായിരുന്നു. ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്ത ബന്ധമില്ലായിരുന്നു. എനിക്കൊരു കട്ടൻ കാപ്പി എടുത്ത് തന്നിട്ടില്ല ആ തള്ള ചാകുന്നത് വരെ. ഞാൻ തെണ്ടിക്കേറി വന്നവളൊന്നുമല്ല. എൻ്റെ അപ്പൻ നല്ല പോലെ സ്ത്രീധനം തന്നു തന്നെയാ അങ്ങോട്ടേക്ക് അയച്ചത്, ആ തറവാട്ടിലോട്ട്. ഞാൻ ആ തള്ളയുടെ കുറ്റം വലുതും പറഞ്ഞു പോയാൽ അയാൾക്ക് പിന്നെ തൊട്ടതും പിടിച്ചതുമെല്ലാം ദേഷ്യം. ആ നീജന്റെ ചരിത്രം റീത്താമ്മ ചേച്ചിക്കറിയാം. ഞാൻ എല്ലാം മറന്നു ദൈവത്തോടടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. എൽസമ്മ കിതപ്പോടെ നിർത്തി. തങ്ങളുടെ മമ്മി അനുഭവിച്ച യാതനകളെക്കുറിച്ച് കേട്ടില്ലേ എന്ന മട്ടിൽ ടോജോയും ടാനിയയും അലീനയെ നോക്കി. അലീനയുടെ കണ്ണുകളിൽ സഹതാപം നിറഞ്ഞു. എൽസമ്മ ആൻറ്റി എല്ലാം മറന്ന് ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയല്ല, കൂടുതൽ വൈരാഗ്യത്തോടെ എല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുക.
അല്ലെങ്കിൽ ഓരോ തവണ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഓരോ ധ്യാനം കഴിഞ്ഞ് മടങ്ങുമ്പോഴും പപ്പയുടെ ഓരോ തെറ്റുകൾ വീതമെങ്കിലും മറക്കാനും പൊറുക്കാനും ആന്റിക്ക് കഴിഞ്ഞേനെ. പപ്പയുടെ ക്രൂരകൃത്യങ്ങൾ കേൾക്കാമല്ലോ എന്ന് പ്രതീക്ഷിച്ചു നിന്ന എന്നെ ആന്റി വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു. നിന്റെ കണ്ണുകളിൽ കൂടി നോക്കുമ്പോൾ നിന്റെ തന്ത ചെയ്തതെല്ലാം ശരിയായിരിക്കും. നിനക്ക് അങ്ങനെ തോന്നൂ. അട്ടയെ പിടിച്ച് മെത്തൽ കിടത്തിയിരിക്കുന്നത് പോലെ നിന്നെ കൊണ്ടുപോയി കൊട്ടാര റാണിയായി വാഴിച്ചിട്ട് സപ്രമഞ്ചത്തിൽ കയറ്റി സുഖിപ്പിച്ച് കിടത്തിയിരിക്കുവല്ലേ. എന്നെ ആര് താലോലിച്ചു? എൻ്റെ അടുത്ത് വെട്ടൊന്ന് മുരണ്ട് എന്ന രീതിയിലായിരുന്നു പപ്പ. എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ച ഇത്രയെങ്കിലും അടുപ്പിച്ചത്. എന്നാലും ഇപ്പോഴും പപ്പ എന്ത് ചോദിച്ചാലും ആദ്യം നോയാ പറയുന്നത്. പപ്പ അങ്ങനെ ആയിപ്പോയി. മനസ്സിന് നന്മയില്ലാഞ്ഞിട്ടാണോ? അല്ല. ചില മനുഷ്യരുടെ മനസ്സിന് മീതെ ആമയുടെ പുറന്തോട് പോലെ ഇങ്ങനെ കട്ടിയുള്ള ഒരാവരണം കാണും. നമ്മൾ സ്നേഹിച്ച് വേണം ആ മനസ്സിലേക്ക് കയറാൻ. അല്ലാതെ ഞാനും പപ്പയുടെ മോളല്ലേ? ഞാൻ പപ്പയുടെ ഒരേ മോനല്ലേ? പപ്പയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ വാരിക്കോരി തരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. ആരാണോ ആവശ്യക്കാരൻ അല്ലെങ്കിൽ ആവശ്യക്കാരി അവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പക്ഷേ നിങ്ങളുടെ വിചാരം ഭിക്ഷ യാചിക്കേണ്ടത് ധനവാനാണെന്നാണ്. ഭിക്ഷക്കാരൻ കോട്ടും ചൂട്ടുമുട്ട് കാറിൽ കയറി വലിയ ഗമയ്ക്ക് ഞെളിഞ്ഞിരുന്നാൽ ആരെങ്കിലും ഭിക്ഷ കൊടുക്കുമോ? സ്വന്തം മകൾക്ക് അവരുടെ അപ്പൻ കൊടുക്കേണ്ട സ്നേഹം ഭിക്ഷയാണെന്ന് പറയാൻ നിന്നെപ്പോലെ തെണ്ടി പരിചയമുള്ള പിച്ചക്കാരിക്കേ പറ്റൂ, എൽസമ്മ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ചിലർ ചോദിക്കാതെ തരും, മറ്റു ചിലർ ചോദിച്ചാലേ തരൂ, വേറെ ചിലർ ചോദിച്ചാലും തരില്ല. നിങ്ങൾ ആരും തരിമ്പ് സ്നേഹം കൊടുക്കാഞ്ഞിട്ടും പപ്പ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ തരുന്നുണ്ടല്ലോ. തരുന്നുണ്ടെന്നോ? എന്ത്? എൽസമ്മ തർക്കിച്ചു. വീട്ടു ചെലവിനുള്ള പണം, കുട്ടികളുടെ പഠിപ്പിനുള്ള പൈസ, ഇതെല്ലാം പപ്പയല്ലേ തരുന്നേ ആൻറ്റി? നക്കാപ്പിച്ച. അതും റീതാമ്മ ചേച്ചി വല്ലവൻ്റെയും മുൻപിൽ ചെന്ന് നാവിട്ടടച്ച് കൈയും കാലും പിടിച്ച് കെഞ്ചിയാൽ. ആൻറ്റി ഇങ്ങനെ ഇവിടെ ഇരുന്ന് മുൻവിധിയോടെ കാര്യങ്ങൾ കാണാതെ ഒരു ദിവസം കുളത്തൂപ്പുഴയ്ക്ക് വന്ന് ആ കണക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. കള്ളക്കണക്കെഴുതാൻ ആർക്കാ വയ്യാത്തത്? റീതാമ്മ ചേച്ചി എന്നോട് നുണ പറയില്ല, എനിക്കുറപ്പുണ്ട്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മക്കളും പെരുവഴിയിലിറങ്ങി തെണ്ടേണ്ടി വന്നേനെ. ആ ചേച്ചിയാണ് ഈ കുടുംബത്തിലെ ധൂമകേതു. അതെനിക്ക് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി. ആൻറ്റി പപ്പയുടെ കുറ്റങ്ങൾ ഊതി വീർപ്പിച്ച് ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ചു. ചേച്ചി അത് പർവ്വതീകരിച്ച് ആങ്ങളമാരെ കേൾപ്പിച്ചു. നിങ്ങളെല്ലാവരും കൂടി അത് ചർച്ച ചെയ്ത് അഗ്നിപർവ്വതമാക്കി മാറ്റി. എൽസമ്മയ്ക്ക് ദേഷ്യം വന്നു. എടി, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്നോട് സംസാരിക്കരുതെന്ന്. പോ എൻ്റെ മുൻപിൽ നിന്ന്. ഞാൻ പൊയ്ക്കോളാം ആൻറ്റി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം ബഹുമാനമില്ല എന്നുള്ളതാ. വീട്ടിൽ വരുന്ന അതിഥികളോട് ബഹുമാനമില്ല. വല്യപ്പച്ചനോട് നിങ്ങൾ പെരുമാറിയ രീതി ഞാൻ കണ്ടതാണല്ലോ. താഴെ ഒരു പ്രായം ചെന്ന സ്ത്രീയെ കണ്ടു, റീത്താമാരിയുടെ ഭർത്താവിൻ്റെ അമ്മ. അവരോട് നിങ്ങളുടെ ചേച്ചിയും മക്കളും പെരുമാറുന്നതും ഞാൻ കണ്ടു. അത്രയും പറഞ്ഞ് അലീന തിരിച്ചു പോരാൻ ഭാവിച്ചു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്നു. ഒരു കാര്യം കൂടി. പപ്പയുടെ കുറ്റങ്ങൾ ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കിയ ഒരു തടവറയിൽ കിടക്കുകയാ നിങ്ങൾ അമ്മയും മക്കളും. നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് റീത്താമ്മ ആൻറ്റിക്ക് പല ലാഭങ്ങളും കാണും. അതുകൊണ്ട് അവരീ തടവറ പൊളിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് മാത്രമല്ല, ഇനിയും ബലപ്പെടുത്താൻ നോക്കുകയും ചെയ്യും. ഇതിന് നിങ്ങൾ എന്ന് പുറത്തു കടക്കുന്നോ അന്ന് നിങ്ങൾക്ക് സത്യത്തിന്റെ വെളിച്ചം കാണാൻ പറ്റും. അലീന തിരിച്ചു പോന്നു. രാവിലെ ടെൽസിയെ മുറ്റമടിക്കാൻ പരിശീലിപ്പിച്ചുകൊണ്ട് വീടിന്റെ മുൻഭാഗത്ത് നിൽക്കുകയായിരുന്നു അലീന. ടെൽസയ്ക്ക് ഒന്നിനും ഏകാഗ്രതയില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. 2-3 തവണ മുറ്റത്ത് ചൂലോടിച്ചിട്ട് അവൾ നിവർന്ന് അലീനയോട് എന്തെങ്കിലും കിന്നാണ്ടം പറയും. അവളെക്കൊണ്ട് മുറ്റം മുഴുവൻ വൃത്തിയാക്കിക്കണമെങ്കിൽ 16 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്ന് അലീനയ്ക്ക് തോന്നി. ഒരു കാര്യവും അടുക്കോടെയും ചിട്ടയോടെയും ചെയ്യാൻ അറിയില്ല. ടെൽസിയെ തനിക്ക് വിട്ടുകിട്ടിയിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് സമൂലമായ പരിവർത്തനം വരുത്താമായിരുന്നുവെന്ന് അവൾ വിചാരിച്ചു. അപ്പോഴാണ് ഒരു ബാഗും തൂക്കിപ്പിടിച്ച് റീത്താമ്മയും പിന്നിൽ എൽസമ്മയും അടുത്ത വീടിന്റെ സിറ്റൗട്ടിലേക്ക് വരുന്നത് അലീന കണ്ടത്. എൽസമ്മ മനഃശാന്തി തേടി തിരുവല്ലയിലെ ധ്യാനത്തിന് പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. റീത്താമ്മ അനുജത്തെ കൊണ്ടുവിടാൻ പോവുകയാണെന്നും. കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് ബാഗ് വെച്ചിട്ട് റീത്താമ്മ അലീനയെ നോക്കി. കാറിലോട്ട് കയറിയിരുന്നു, ഞാൻ ഇപ്പം വരാം, എൽസമ്മയോട് പറഞ്ഞിട്ട് റീത്താമ്മ അലീന നിൽക്കുന്നിടത്തേക്ക് ചെന്നു. നീ ഇന്നലെ ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ വീട്ടിൽ കയറിയത്? ആരോടും ചോദിച്ചില്ല, അലീന പറഞ്ഞു. എൻ്റെ അനുവാദമില്ലാതെ നീ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കും അല്ലേ? അധിക പ്രസംഗി. നിനക്ക് തോന്നിയാസം കാണിക്കാൻ നിന്റെ തന്തയുടെ വകയൊന്നുമല്ല ആ വീട്, മനസ്സിലായോടി? എൻ്റെ പപ്പയുടെ വീട്ടിൽ അവരുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് കയറി ഇറങ്ങാമെങ്കിൽ എനിക്ക് തിരിച്ചും അങ്ങനെയാകാം. ഏതാണ് നിന്റെ പപ്പയുടെ വീട്? ഈ ഇരിക്കുന്ന വീടും സ്ഥലവും വാങ്ങിയത് നിങ്ങളുടെ അനുജത്തിയുടെ പേരിലായിരിക്കും, പക്ഷേ വീടിൻ്റെ ഡോക്യുമെന്റീസ് എൻ്റെ പപ്പയുടെ പേരില്ല. ഓ, നീ അവകാശം സ്ഥാപിക്കാൻ വന്നതാ അല്ലേ?
എനിക്ക് നിങ്ങളാരും ഒരവകാശവും തരണ്ട. അല്ലെങ്കിൽ വാ, നിനക്ക് ഇപ്പൊ തരാം. നീ എന്താടി എൽസമ്മയോട് പറഞ്ഞത്? ഞാനാണ് അവളുടെ കുടുംബം തല്ലിപ്പിരിച്ചതെന്നോ? എന്നിട്ട് എനിക്ക് ഏതാണ്ട് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്നോ? അതെ, ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. എന്താടി സത്യം? എന്ത് ലാഭമാടി ഞാൻ ഉണ്ടാക്കിയത്? പിന്നെ നിങ്ങളെന്തിനാ അനുജത്തിയെ ഉന്തിത്തള്ളി ധ്യാന കേന്ദ്രത്തിലോട്ട് അയക്കുന്നേ? നന്നവാനാണെങ്കിൽ 2-3 ധ്യാനം കൂടിയാൽ മതി. 150 ധ്യാനം കൂടുന്നത് മനോരോഗത്തിന്റെ ലക്ഷണമാ. സ്വന്തം അനുജത്തിയും മക്കളെയും ചൂഷണം ചെയ്ത് നിങ്ങൾ എത്ര കാലം ജീവിക്കും? കോപം കൊണ്ട് റീത്താമ്മയുടെ മൂക്ക് വിറച്ചു. ദഹിപ്പിക്കും വിധം അലീനയെ നോക്കിയിട്ട് അവർ കാറിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു. അലീന തിരിഞ്ഞ് മുറ്റമടിക്കുന്ന ടെൽസിയെ ശ്രദ്ധിച്ചു. റീത്താമ്മ കാറോടിച്ച് ഗേറ്റിന് നേർക്ക് വരികയായിരുന്നു. ടെൽസ ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചത് കേട്ട് അലീന ഞെട്ടി തിരിഞ്ഞു. കാറിന്റെ ബമ്പർ അവളുടെ കണങ്കാലുകളെ അമർത്തി ഉരസി കടന്നുപോയി. മുൻചക്രം അവളുടെ പാദത്തിലൂടെ കയറി ഇറങ്ങി. അലീന അമർന്നുപോയ നിലവിളിയോടെ നിലത്തേക്കിരുന്നു. കാർ ഗേറ്റ് കടന്നുപോയി. ഔതക്കുട്ടിച്ചാൻ സിറ്റൗട്ടിൽ നിന്നും ഓടി വന്നു. അവള് കാറിടിപ്പിച്ച് കൊന്നേനല്ലോ. ഔതക്കുട്ടിച്ചാൻ അലീനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല, സാരമില്ല, ആരും പിടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അലീന തനിയെ നടക്കാൻ ശ്രമിച്ചു. നല്ല വേദനയുണ്ടായിരുന്നു അവൾക്ക്. മുടന്തി മുടന്തി അവൾ സിറ്റൗട്ടിലേക്ക് കയറി. കടുത്ത വേദന. മോളെ, ഇത്തിരി വെള്ളം കൊണ്ടുവാ, കാല് കഴുകാൻ, അലീന ടെൽസിയോട് പറഞ്ഞു. ടെൽസ വെള്ളം കൊണ്ടുവന്നു. അലീന മാർബിൾ ഫ്ലോറിലിരുന്ന് കാൽ സിറ്റൗട്ടിന് താഴെ തൂക്കിയിട്ട് കഴുകി. ഔതക്കുട്ടിച്ചാൻ കാൽവിരലുകൾ പിടിച്ചു വലിച്ച് ഞൊട്ട വിടുവാനും തിരുമാനും ശ്രമിച്ചു. വേണ്ട വല്ലിപ്പിച്ച, വേദനിക്കുന്നു. അസ്ഥിക്ക് പൊട്ടലോ മറ്റോ ഉണ്ടോ മോളെ? ഏയ്, അതൊന്നുമില്ലെന്നേ. അവൾ മനഃപൂർവ്വം ചെയ്തതല്ലേ. നീ എവിടെ നിൽക്കുന്നത് കാണാഞ്ഞിട്ടാണോ? അറിയാതെ പറ്റിപ്പോയതായിരിക്കും വല്ലിപ്പിച്ച, പേടിപ്പിക്കാൻ വേണ്ടി അടുത്തൂടെ കൊണ്ടുവന്നപ്പം. എന്നാലും അത് കുറെ കടുത്ത വിളച്ചിലല്ലേ. ലാലിച്ചനോട് വിളിച്ചു പറയട്ടെ. വേണ്ട, ഇനി അതൊരു പ്രശ്നമാക്കണ്ട വല്ലിപ്പിച്ച. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ കാൽപാദം നീര് വന്ന് ചീർത്തു. സ്റ്റാൻലിയെ അറിയിക്കേണ്ടെന്ന് അലീന പറഞ്ഞത് കാരണം ഔതക്കുട്ടിച്ചാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറ്റി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പെരുവിരലിന്റെ ജോയിന്റിന് നേരിയ പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. ഇത് ഞാൻ എന്തായാലും ലാലിച്ചനോട് പറയും. ഇല്ലെങ്കിൽ വിവരമറിയുമ്പം അവൻ എന്നെ പഴിക്കും. ഔതക്കുട്ടിച്ചാൻ അലീനയുടെ വിളക്കിനെ അവഗണിച്ച് കുളത്തൂപ്പുഴയ്ക്ക് ഫോൺ ചെയ്തു. സ്റ്റാൻലി അരമണിക്കൂറിനകം ഹോസ്പിറ്റലിലെത്തി. അവളെ കാറിൽ കയറ്റി കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോയി. എന്താ സംഭവിച്ചത്? എന്നോട് സത്യം പറ. സ്റ്റാൻലി അവളെ നിർബന്ധിച്ചു. അറിയാതെ പറ്റിയതായിരിക്കും പപ്പ, സാരമില്ല. അലീന ഉണ്ടായ സംഭവം അയാളെ ധരിപ്പിച്ചു. റീത്താമ്മ അനുജത്തിയെ തിരുവല്ലയിൽ കൊണ്ടുവിട്ടിട്ട് മടങ്ങിയെത്തിയതേയുള്ളൂ. കാർ പോർച്ചിൽ കിടപ്പുണ്ട്. ഒരു ജീപ്പ് ഗേറ്റ് കടന്ന് എൽസമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു. ഒരു ക്രെയിൻ ഗേറ്റിന് വെളിയിലും വന്നു നിന്നു. ജീപ്പ് ഒന്ന് ഇരമ്പി കുതിച്ചു. സ്ഫോടനമുണ്ടായതുപോലെ ഒരു ശബ്ദം കേട്ട് റീത്താമ്മയും മൈക്കിളും മക്കളും സിറ്റൗട്ടിലേക്ക് ഓടിയിറങ്ങി. മാരുതിസൻ കാറിന്റെ പിന്നിലിടിച്ച് നിൽക്കുകയാണ് ജീപ്പ്. കാറിന്റെ ഡിക്കിയും മുന്നിലെയും പിന്നിലെയും ബമ്പറുകളും ബ്രേക്ക് ലൈറ്റുകളും ഹെഡ്ലൈറ്റുകളുമെല്ലാം പൊട്ടിത്താർന്നിരിക്കുന്നു. റീത്താമ്മ നോക്കിയപ്പോൾ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റാൻലി. അയാൾ റിവേഴ്സ് ഗിയറിട്ട് ജീപ്പ് ഏതാനും വാര പുറകോട്ട് കൊണ്ടുപോയി. പിന്നെ ഗിയർ മാറ്റി ജീപ്പുമായി മുന്നോട്ട് കുതിച്ചു. ആദ്യത്തേതിനേക്കാൾ ശക്തമായിരുന്നു രണ്ടാമത്തെ ഇടി. ഭൂമി കുലുക്കത്തിൽ എന്ന പോലെ വീട് കുലുങ്ങി. ജനാലച്ചില്ലകൾ വിറച്ചു. കാറിന്റെ മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകൾ വെടിഞ്ഞു കീറി പൊട്ടിച്ചിതറി. കാറിനുള്ളിലും വെളിയിലും വീണു.